ഹലോ. അങ്ങനെ എന്നും പതിവ് പോലെ ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീറ്റു കേട്ടോ. ഇന്ന് ഞാൻ 6 മണിക്കാണ് എണീറ്റത്. പിന്നെ രാവിലെ എന്നത്തെയും പോലെ തന്നെ ഇന്ന് മഴയായിരുന്നു, നല്ല തണുപ്പും. അതോടൊപ്പം രാവിലെ തന്നെ ഒരു ബ്ലാക്ക് കോഫിയൊക്കെ ഇടുകയാണ് കേട്ടോ. ഇന്ന് പാല് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് കോഫിയൊക്കെ സെറ്റാക്കി വെച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും അപ്പോൾ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പല കാര്യങ്ങളും അങ്ങ് സ്കിപ്പായി പോവും. ചിലപ്പോൾ എടുക്കാൻ പാടുള്ള ടൈമായിരിക്കും, അല്ലെങ്കിൽ മറന്നു പോകും. പിന്നെ ദേ ക്യാരറ്റ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ് ഫുള്ള് ചീഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ഇന്ന് പൊട്ടറ്റോ മെഴുക്ക് പോലെ അങ്ങനെ മസാല ഫ്രൈ ഉണ്ടല്ലോ, അങ്ങനെ ആ രീതിക്ക് ആക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ പൊട്ടറ്റോ ഒക്കെ അരിഞ്ഞ് സെറ്റാക്കാൻ പോവുകയാണ് കേട്ടോ. പൊട്ടാറ്റോ ഫ്രൈ ആയിട്ട് വെക്കുന്നത് പിന്നെ പൊട്ടറ്റോയും പച്ചമുളകും തേങ്ങയും നമ്മുടെ സവോളയൊക്കെ ചേർത്ത് വെക്കുമല്ലോ, ആ ഒരു മെഴുക്കുപുരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മസാലയാകുമ്പം കുറച്ചും കൂടെ ഡ്രൈ ഫ്രൈ ആയിട്ടിരിക്കുമല്ലോ. പിന്നെ ചോറൊക്കെ ഫിസിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കുക്കറിൻ്റെ ആ ഒരു പരിപാടിയൊക്കെ മാറ്റണം എന്ന് കരുതിയാലും പിന്നെ കലത്തിൽ വെക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. ഇത്തവണ നമ്മൾ വെള്ള റൈസാണ് കേട്ടോ, ജയ റൈസാണ് വാങ്ങിയിരിക്കുന്നത്. അതിന് നല്ല വേവാണ്, ഒരിക്കലും വേവത്തില്ല. 2 വിസിലടിച്ചാൽ പോലും അത് നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഞാൻ എക്സ്ട്രാ ഒന്ന് പൊരിച്ച് അങ്ങനെ ആ ഒരു രീതിക്ക് പിന്നെ അടച്ചങ്ങ് വെക്കും, എയർ ടൈറ്റായിട്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ കുറച്ചും കൂടെ വേവുന്നത്. പിന്നെ ഇത് കട്ടിംഗ് ബോർഡിലായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് കരുതി. പിന്നെ അതിനോടൊപ്പം തന്നെ ബ്ലാക്ക് കോഫിയും കുടിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് ആ ഒരു ഫേസ് ആയതുകൊണ്ട് കേട്ടോ ഒരുമാതിരി ഇരിക്കുന്നത്. പിന്നെ ഞാൻ കണ്ണാടിക്ക് മുമ്പിലൊന്നും പോയില്ല, പിന്നെ മുടിയൊന്നും ചീകി വെച്ചതുമില്ല കേട്ടോ. അങ്ങനെ അങ്ങ് ചുറ്റി കെട്ടി വെച്ച്. പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ എത്ര കഴുകിയാലും മതി വരത്തില്ല കേട്ടോ. എല്ലാം വിഷമാണ് എങ്കിൽ പോലും ഇങ്ങനെ എത്ര കഴുകിയാലും അതിൻ്റെ ഒരു ഇത് മാറത്തില്ല. പിന്നെ ഞാൻ അരിഞ്ഞും കഴുകാറുണ്ട് കേട്ടോ. പല ടൈമിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ ഈ ഒരു സംസാരം വരുമ്പം പിന്നെയും കേട്ടായും ഒക്കെ ഒരുപാട് ഞാൻ ആവർത്തിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാനത് മാറ്റണമെന്ന് വെച്ചിട്ട് അത് പറ്റുന്നില്ല കേട്ടോ. അത് എൻ്റെ കൂടപ്പിറപ്പ് പോലെ എൻ്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ കഴുകി അതിൻ്റെ കത്തിയും കഴുകിയിട്ട് പിന്നെ ഇത് ചെറിയ രീതിക്കൊന്ന് ക്യൂബ് സൈസ് അങ്ങനെയും വെക്കാറുണ്ട്. ഞാൻ നല്ല നീളത്തിനെടുത്ത കേട്ടോ, അങ്ങനെ അങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കട്ടിംഗ് ബോർഡിലാകുമ്പോൾ നമ്മൾ ഷടപടേന്ന് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കഴിയും. പിന്നെ എൻ്റെ കത്തിയുടെ എല്ലാത്തിൻ്റെ മൂർച്ച പോയിട്ടുണ്ട് കേട്ടോ. അതിനി എന്തോ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഒരു സൈക്കിളിലൊക്കെ ഇങ്ങനെ കത്തിക്ക് മൂർച്ച കൂട്ടാൻ ആൾ വരും. പിന്നെ അതിൻ്റെ ഒരു കല്ല് പോലുള്ളൊരു സംഭവം കിട്ടും, പക്ഷെ അതെനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്. ഒരെണ്ണത്തിന് പോലും ഇങ്ങനെ മൂർച്ചയില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ എൻ്റെ ഇടികല്ലിലൊക്കെ ഇങ്ങനെ ഉരച്ചാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്തിട്ടും ഒരു രക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഈ പൊട്ടറ്റോയ്ക്ക് അധികം മൂർച്ച വേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങ് അരിഞ്ഞെടുത്ത്. പിന്നെ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാസ്ക് അല്ല കേട്ടോ, അടുത്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോര് കാച്ചുകയാണ് കേട്ടോ. തേങ്ങ ഫസ്റ്റ് ഞാൻ അടിച്ചു, അത് കഴിഞ്ഞ് കുറേശ്ശെ മോരൊഴിച്ചിട്ടുണ്ട്. അപ്പം 2 സെക്ഷനായിട്ട് എടുക്കാനും കരുതി കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ മോരാണ് ഇവിടെ ഷടപടേന്ന് എല്ലാം തീർന്നു പോവും. അത്രയ്ക്ക് മോര് ഇവിടെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ, മോനും ഇഷ്ടമാണ്, അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച്, പിന്നെ ഈ ഒരു തുണിയാണെങ്കിൽ നമ്മൾ ഉരച്ച് കഴുകുന്ന ആ ഒരു ഭാഗമൊക്കെ ആണെങ്കിൽ നല്ല ക്ലീൻ ആവും. പക്ഷേ വൈപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ വെള്ളം അധികം അങ്ങോട്ട് പോകത്തില്ല. ഇപ്പോൾ വാങ്ങിയത് തന്നെ ഒരുമാതിരിയാണ് കേട്ടോ. നല്ലതാണെന്ന് കരുതിയാണ് കേട്ടോ ഒരു തുണി വാങ്ങിക്കുന്നത്. ഇനിയിപ്പം വേറൊരു വൈപ്സ് വാങ്ങിക്കണം, എങ്കിലേ പറ്റുമെന്ന് വെച്ചാൽ ഇത് കൗണ്ടർ ടോപ്പൊക്കെ നനഞ്ഞ് കിടക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ മോരും എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനകത്ത് മഞ്ഞൾപ്പൊടി ആയാലും ജീരകമായാലും വെളുത്തുള്ളി പിന്നെ ഉലുവാപ്പൊടി എല്ലാം കൂടി ഇട്ട് അരച്ചാണ് എടുത്തിട്ട് കടുകും താളിച്ചിട്ട് ഞാനങ്ങനെ ഡയറക്റ്റ് അതിലേക്ക് മോരൊഴിച്ച് കൊടുത്തിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 ദിവസമായി കേട്ടോ ഈ ദോശമാവ് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ദോശമാവ് ഇന്നത്തോടു കൂടി തീർക്കണമെന്നും കരുതിയാണ് കേട്ടോ ഇങ്ങനെ എടുത്തത്. പിന്നെ മോൻ ഇതിന് പ്രത്യേകിച്ച് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല. നമ്മുടെ പൊട്ടറ്റോയും അല്ലെങ്കിൽ അവ സോസായാലും കഴിച്ചോളും. അങ്ങനെ എനിക്ക് കുറച്ച് ചമ്മന്തിപ്പൊടി കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിനുള്ളൊരു ടൈമൊന്നും ആയിട്ടില്ല. ഞാനിവിടെ സെറ്റാവാൻ ഇനിയും ടൈം എടുക്കും, കുറച്ച് ടൈം എടുക്കുമല്ലോ. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റായപ്പോഴത്തേക്കും ഞാൻ മോന് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് മുട്ടയും കൂടെ പൊരിച്ചാൽ മതി. അങ്ങനെ ആ ഒരു ദോശക്കല്ലിൽ തന്നെ ഞാനങ്ങ് മുട്ടയാക്കി കേട്ടോ. സാധാരണ ഞാൻ ദോശ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാറില്ല, പക്ഷെ മുട്ടയ്ക്ക് വേണ്ടി ഞാനത് ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ തവ താമസിയാതെ തേഞ്ഞ് പോകുന്നതായിരിക്കും.
അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനെ മുട്ട പൊരിച്ചെടുക്കുമ്പോൾ നല്ല രസമാണല്ലേ. മുട്ട പൊരിക്കലും കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ചോറ് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇന്ന് നന്നായിട്ട് വേകാനുണ്ട് ചോറ്. പിന്നെ ഞാൻ പൊരിച്ച് കുറേയൊക്കെ എടുത്തിട്ട് അടിയിലെ ഭാഗമാണ് കേട്ടോ കുഞ്ഞിന് കൊടുത്ത് വിട്ടത്. നല്ല ചൂട് പാറുന്ന ചോറല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത് കാണുമ്പം നല്ല ചമ്മന്തി കൂട്ടി കഴിക്കാൻ തോന്നും. ഇനി ഞാൻ പിന്നെ ചമ്മന്തി എടുത്തില്ല കേട്ടോ. അപ്പം മുട്ടയും ഈ പൊട്ടറ്റോ ഫ്രൈയും പിന്നെ കുക്കുമ്പർ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ക്യാരറ്റ് ചീഞ്ഞ് പോയോണ്ടാണ് വല്ലാത്ത വിഷമമായിപ്പോയി കേട്ടോ. അത്രയും 3 ക്യാരറ്റോളം ചീഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ സ്നാക്സൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. ഇന്ന് അത്യാവശ്യം സമയം പോയിട്ടുണ്ട്. അങ്ങനെ മോൻ്റെ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മീൻകറി പെട്ടെന്ന് തന്നെ അങ്ങ് അടുപ്പത്ത് വെക്കാമെന്ന് കരുതി. ഇനി കുറച്ച് തുണിയുണ്ട്, മെഷീൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ ഈ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം. എന്നും ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെയാണ് കേട്ടോ. ഇന്ന് കുറച്ച് താമസിച്ചിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ വാനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പിട്ട് തന്നെ മഴയൊക്കെ അങ്ങ് മാറി കേട്ടോ. എന്നാൽ വാൻ വന്ന് കുഞ്ഞ് കയറി പോയതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴ, എന്തൊരു കാലാവസ്ഥയോ എന്തോ. മോനെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കരുതി കേട്ടോ. ഞാൻ ഇന്ന് ദോശയും അതിൻ്റോടൊപ്പം പഞ്ചസാരയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് കോഫി എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.